PCOSന്റെ ഒരുവിധം ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ PCOS ആണോ എന്ന് ഉറപ്പില്ല, ഡയഗ്നോസ്ഡ് അല്ല. അത് എങ്ങനെ അറിയാം എന്ന് ചോദിക്കുന്ന പെൺകുട്ടികളോടാണ്. അതായത് നിങ്ങളുടെ പീരീഡ്സ് ഇറഗുലർ ആണ്. നോർമലി നമുക്ക് എല്ലാ മന്തിലും കറക്റ്റ് ആയി വന്നിരുന്ന പീരീഡ്സ് ഇറഗുലർ ആണ്. അതായത് ഒരു 21 ദിവസത്തിൽ കുറവോ അല്ലെങ്കിൽ ഒരു 35-36 ദിവസത്തിൽ കൂടുതലോ ആണ് എങ്കിൽ, അതുപോലെ തന്നെ കറക്റ്റ് ഓവുലേഷനും നടക്കുന്നില്ല എങ്കിൽ അവിടെ PCOSന്റെ ഒരു ചാൻസ് ഉണ്ട്. അടുത്തത് ആൻഡ്രോജൻ ലെവല് കൂടി നിൽക്കുക, അതായത് ശരീരത്തിലുള്ള പുരുഷ ഹോർമോണിന്റെ അളവ് കൂടി നിൽക്കുന്ന അവസ്ഥ. ഇങ്ങനെ വരുമ്പോൾ ശരീരത്തിൽ പിമ്പിൾസ് ആയിട്ടും മുഖത്ത് താടി മീശ രോമങ്ങളൊക്കെ അമിതമായിട്ട് വളരുന്നതായിട്ടും ശരീരത്തിലൊക്കെ ഫാറ്റിന്റെ ഡെപ്പോസിഷൻ കൂടുന്നതായിട്ടും പോലുള്ള ഒരുപാട് മുടികൊഴിച്ചിൽ, നെറ്റി കയറി പോകുന്ന രീതിയിലുള്ള മുടികൊഴിച്ചിലും അങ്ങനെ ഒരുപാട് സിംറ്റംസ് ശരീരം കാണിക്കും. ഇതിന്റെ പുറമെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹോർമോണിന്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ ആൻഡ്രോജന്റെ അളവ് കൂടുതലാണെങ്കിലും അവിടെ PCOSന്റെ സാധ്യതയുണ്ട്. അടുത്ത് നമുക്ക് ചെയ്യാവുന്ന ടെസ്റ്റ് ഓവറികളില് ഈ ഒരു സിസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് USG അബ്ഡോമൻ അല്ലെങ്കിൽ ഒരു വയറിന്റെ സ്കാന് നമുക്ക് എടുത്തു നോക്കാം. അതില് ഓവറികളിൽ സിസ്റ്റുകൾ കാണിക്കുകയാണെങ്കിലും അത് PCOSനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിംറ്റമാണ്.